പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം എന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ സ്വാഗതം. ഇന്ന് ചിന്തിക്കാൻ ധാരമായ ദൈവവചനം മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വചനഭാഗത്ത് പുഴുവും തുരുമ്പും കൊടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കൊടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. കർത്താവ് പറയാണ്, ഈ ഭൂമിയിലെ നിക്ഷേപം കള്ളന്മാർ കൊണ്ടുപോകും. തുരുമ്പും കീടങ്ങളും വന്നത് നശിപ്പിച്ചു കളയും. നശിപ്പിക്കാത്ത നിക്ഷേപം, നശിച്ചു പോകാത്ത നിക്ഷേപം നിങ്ങൾ സ്വരൂപിച്ചു വെക്കേണ്ട ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേരാണ് സ്വർഗരാജ്യം എന്ന്. സ്വർഗത്തിൽ നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. ബൈബിള് പറയുകയാണ്, നിന്റെ നിക്ഷേപം എവിടെയാണോ അവിടെ നിന്റെ ഹൃദയം ഇരിക്കും. എവിടെയാണ് നമ്മൾ നിക്ഷേപം കൂട്ടിവെക്കുന്നത്? ഈ ഭൂമിയിലാണെങ്കിൽ അല്പകാലത്തേക്കുള്ള ഒരു ജീവിതമാണ് നമുക്ക് ഈ ഭൂമിയിലുള്ളത്. അല്പകാലത്തേക്കുള്ള ജീവിതം, അല്പകാലത്തേക്കുള്ള ഒരു ഭവനമാണ് നമുക്ക് ഈ ഭൂമിയിൽ ഉള്ളത്. ഏറിയാൽ 70 അല്ലെങ്കിൽ 80, ക്ലേശപൂർണമായി 100 120 വയസ്സ് വരെ ഉണ്ടാകാം. പ്രിയമുള്ളവരെ, നിത്യഭവനം നമുക്ക് സ്വർഗത്തിൽ ഒരുക്കി വയ്ക്കാൻ യേശു തമ്പുരാൻ പോയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കേണ്ടതിന് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു വെക്കണം. കള്ളന്മാർ തുരന്നു മോഷ്ടിക്കില്ല. നിക്ഷേപം ഉള്ളിടത്തേക്ക് നിങ്ങളുടെ ഹൃദയം ഉണ്ടാകും. ഭൂമിയിലാണ് നിക്ഷേപമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്തേക്ക് നിങ്ങളുടെ ഹൃദയം പോകും. പ്രിയമുള്ളവരെ, ഇപ്പൊ ബാങ്കിലൊന്നും പൈസ ഇടാൻ പറ്റാത്ത ഒരു കാലഘട്ടം. പൈസ ഇട്ടവരുടെ പൈസകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. എവിടെയും പൈസയൊന്നും ഇടാൻ പറ്റാത്ത സ്ഥലം, സമ്പത്തൊന്നും മേടിച്ചു വെക്കാൻ പറ്റാത്ത സ്ഥലം. നിക്ഷേപം ഈ ഭൂമിയിലുള്ളതെല്ലാം കള്ളന്മാർ കൊണ്ടുപോകുന്ന സമയമായി. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കാമോ? അവിടെ കള്ളന്മാർ തുരന്നു മോഷ്ടിക്കില്ല. നിങ്ങൾ പ്രാർത്ഥിക്കാമോ? നിങ്ങളുടെ ദൈവത്തിന്റെ നാമം പറയാമോ? എന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നിങ്ങൾ രാജകീയ പുരോഹിത ഗണമായി നിങ്ങളെ ഞാൻ വിളിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുക. സകല സൃഷ്ടികളോടും പോയി എന്റെ സുവിശേഷം അറിയിക്കുവിൻ. നിങ്ങൾക്ക് നിക്ഷേപം വർദ്ധിക്കും. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വന്തം എന്ന പോലെ നിങ്ങളുടെ നിക്ഷേപം വർദ്ധിക്കും. മറ്റുള്ളവരുടെ വേദനയിലേക്ക് ഇറങ്ങിച്ചെല്ലുക. യേശുവിന്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിയില് നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ കൂട്ടിവെക്കുക. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് പേരും പെരുമയും വേണ്ട. ഈ ഭൂമിയിൽ നിങ്ങളെ ആരും ഉയർത്തി പറയേണ്ട. പ്രിയമുള്ളവരെ, നിങ്ങൾ സ്വർഗത്തിനു വേണ്ടി ലക്ഷ്യം വെച്ച് നിങ്ങൾ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ, കാരണം സ്വർഗരാജ്യത്തിന്റെ മഹത്വം കാണാൻ വേണ്ട ഭാഗ്യം നമുക്ക് തന്ന ദൈവമാണ് നമ്മുടെ നടുവിലുള്ളത്. ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആകേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന പറഞ്ഞത്. നമുക്ക് അവന്റെ അടുക്കൽ പോകണ്ടേ? ഈ ലോകത്തിലുള്ള അധ്വാനങ്ങളൊക്കെ വേണം, ഈ ലോകത്തിലുള്ള സമ്പത്തും സാഹചര്യമൊക്കെ വേണം. എന്നാൽ അതിൽ നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും ജീവിതവും കുടുങ്ങിപ്പെട്ടു പോകരുത്. അവിടെയാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ
നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റാതെ വരും. നമ്മുടെ മനസ്സ് ഫ്രീ ആകണം, നമ്മുടെ ഹൃദയം ഫ്രീ ആകണം, നമ്മുടെ ജീവിതം ഫ്രീ ആകണം. കർത്താവിന് വേണ്ടി എല്ലാം ഒന്ന് തുറന്നു കൊടുക്കാമോ? ഒരു നിമിഷം നമുക്ക് അവന്റെ സന്നിധി പ്രാർത്ഥിക്കാം. എന്റെ കർത്താവ്, നീതിമാനായ എന്റെ ദൈവം, അത്ഭുതം ചെയ്യുന്ന എന്റെ കർത്താവിന്റെ സന്നിധിയിൽ തുറന്ന ഹൃദയത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ എൻ്റെ ജീവിതം അവിടുന്ന് തുറന്നു വയ്ക്കുന്നു. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എന്നെ അഭിഷേകം ചെയ്യണമേ. എനിക്ക് അങ്ങയുടെ കൂടെ ജീവിക്കാനുള്ള വരവും കൃപയും പ്രാപ്തിയും തന്ന് എന്നെ ബലപ്പെടുത്തണം. കർത്താവെ, അങ്ങ് തരാത്തതൊന്നും എനിക്ക് വേണ്ട, അങ്ങ് തന്നത് മാത്രം മതി എന്ന് പറഞ്ഞ് അങ്ങയുടെ കൂടെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ് തരുന്ന ആയുസ് ഈ ഭൂമിയിൽ കർത്താവിന് മഹത്വം കൊടുത്തു പോകത്തക്ക വിധം നമ്മൾ അവന്റെ കൂടെ ജീവിക്കാൻ ഇടയായാൽ അവൻ എത്രയോ മഹത്വമാണ്. അവന്റെ കൃപ കൊണ്ട് നിറയാൻ നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം. അവന്റെ കൂടെ ജീവിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.